ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. നാടിനെ ഒന്നാകെ വിറപ്പിച്ച് ജയിൽ ചാടിയ പ്രതി ഗോവിന്ദചാമി പിടിയിലായതും രാഷ്ട്രീയ കേരളത്തിന്റെ വിപ്ലവ നായകൻ VS അച്യുതാനന്ദൻ അന്തരിച്ചതും റഷ്യയിൽ 49 പേരുടെ ജീവനെടുത്ത വിമാനാപകടവുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ. കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയതാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിൽ ഒന്ന്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഇയാളെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവളപ്പിൽ നിന്ന് പിടികൂടി. പ്രദേശത്തെ കിണറ്റിൽ ഒളിച്ചിരുന്നയാളെ സാഹസികമായി പോലീസ് വലിച്ചു കയറ്റുകയായിരുന്നു. ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി. വെള്ളിയാഴ്ച പുലർച്ചെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ഗോവിന്ദചാമി 200 മീറ്ററോളം നടന്നാണ് മതിലിനെ സമീപത്തെത്തിയത്. 3 ഇരുമ്പ് വീപ്പകൾ അടുക്കിവെച്ച് അതിനു മുകളിൽ കയറിയാണ് തുണികൊണ്ട് കെട്ടിയ വടം മതിലിനു മുകളിലെ ഫെൻസിംഗിൽ കുരുക്കിയത്. ഈ വീപ്പകൾ നേരത്തെ തന്നെ ഗോവിന്ദചാമി കണ്ടെത്തി വെച്ചിരുന്നു. ആദ്യ കടമ്പകൾ അനായാസം താണ്ടിയ ഗോവിന്ദചാമിക്ക് പക്ഷേ പിന്നെ അങ്ങോട്ടുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല. പുറത്തെത്തിയ ശേഷം ആദ്യത്തെ 4 കിലോമീറ്റർ ദൂരം നടന്നു. നേരം പുലർന്നപ്പോൾ ഇടവഴികൾ താണ്ടിയും ആളുകളെ കണ്ടപ്പോൾ കുറ്റിക്കാടുകൾ ഒളിച്ചുമായിരുന്നു മുന്നോട്ടുള്ള പോക്ക്. ഇതിനിടെ പലരും തിരിച്ചറിഞ്ഞെന്ന് തോന്നിയപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഓടിക്കയറി അവിടെ ഒളിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡും നാട്ടുകാരും പോലീസും ആ വീട് വളഞ്ഞതോടെ കിണറ്റിൽ ചാടി. കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടിയത്. അതേസമയം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഇയാളെ മാറ്റി. ഇവിടെ ഏകാന്ത തടവിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് ഗോവിന്ദചാമിയെ ജയിൽ മാറ്റാൻ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. ജയിൽ മേധാവിയും വീഴ്ച സമ്മതിച്ചിരുന്നു. 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് ദുരൂഹവും അവിശ്വസനീയവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഗോവിന്ദചാമിക്ക് രക്ഷപ്പെടുന്നതിന് അകത്തുനിന്നും പുറത്തുനിന്നും സഹായം കിട്ടിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിനുള്ളത്. കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി 1:15 കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു, ഏകാന്ത തടവായിരുന്നു. അവിടെ നിന്ന് അത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി എവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ മതിലുമ്മ ചാടി കിടന്ന് അത് അപ്പുറത്തേക്കിട്ട് ആ അപ്പുറത്തേക്ക് ചാടി അയാൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ജയിലിൻ്റെ അകത്ത് നിന്നും ജയിലിൻ്റെ പുറത്തു നിന്നും തീർച്ചയായിട്ടും ഇയാൾക്ക് എല്ലാ പിന്തുണയും കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് ഇതാണ് എന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തു നടന്നിട്ടുണ്ട്. അവിടെ മുഴുവൻ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ആ ക്രിമിനലുകൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയാണ്, ജയിലധികൃതർ ചെയ്തു കൊടുക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ, ഇഷ്ടമുള്ള ഭക്ഷണം, അവരാണ് മെനു കൊടുക്കുന്നത് ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ, ഇഷ്ടമുള്ള മദ്യം, ലഹരി മരുന്ന്, മാത്രമല്ല ലഹരി മരുന്ന് കച്ചവടവും ഗുണ്ടായിസവും കൊട്ടേഷനും ജയിലിൽ നിന്നാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നടത്തുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവരിൽ ഇരിക്കുന്നത്. ഏറ്റവും ഞാൻ പറയില്ല, ബ്രാൻഡ് ഞാൻ പറയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് ഫോണുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെ പോലെ ജയിലിലിരിക്കുകയാണ്. ആ ജയിൽ എന്ന് പറയുന്നത് ഈ തടവുകാരായ ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു ജയിലാണ്. ഞങ്ങളിത് ഗോവിന്ദചാമി ചാടിയപ്പോൾ ആദ്യം പറയുന്നതല്ല, ഞങ്ങളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ജയിൽ അങ്ങനെയാണ്. അവിടെ നിന്നാണ് അവിശ്വസനീയമായ രീതിയിൽ, ആരും വിശ്വസിക്കില്ലല്ലോ, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ. എന്നിട്ട് 5 മണിക്കാണ് ജയിലധികൃതർ അറിഞ്ഞത്, 7 മണിക്കാണ് പോലീസ് അറിഞ്ഞത്. അപ്പോൾ അയാൾക്കൊരു ഗോൾഡൻ അവേഴ്സ്, അന്വേഷണത്തിൻ്റെ ഗോൾഡൻ അവേഴ്സ് അയാൾക്ക് വിട്ടുകൊടുത്തു. ഇപ്പം സാധാരണക്കാരായ മനുഷ്യർ കാണിച്ച ജാഗ്രത കൊണ്ടാണ് ഇയാൾ പിടിയിലായത്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഇത് വളരെ അപമാനകരമാണ്, സർക്കാരിന് അപമാനകരമായ കാര്യമാണ് നടന്നിരിക്കുന്നത്. സർക്കാർ പ്രിയപ്പെട്ടവർ ആ ജയിലിലുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം.
ഗോവിന്ദസ്വാമിയും കൂടി സർക്കാരിന് പ്രിയപ്പെട്ട ആളായിരുന്നു ഇന്ന് ആണ് രാവിലെയാണ് മനസ്സിലായത്. ബാക്കി ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാട് പേരുണ്ട്. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട്. ഗോവിന്ദസ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലായത്. അല്ല, അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിടയ്ക്ക് പോയി ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ തമാശയായിട്ടോ അതിശയോക്തിപരമായിട്ടല്ല പറഞ്ഞത്. പുറത്തു നിന്നാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അവർ കൊടുക്കുന്ന മെനു ആണ്, മനസ്സിലായില്ലേ? എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്? ചൈനീസ് ഫുഡാണോ കഴിക്കേണ്ടത്? തണ്ടൂരി ഭക്ഷണമാണോ കഴിക്കേണ്ടത്? അല്ലെങ്കിൽ മലബാറിലെ ഭക്ഷണമാണോ കഴിക്കേണ്ടത്? അവർ എഴുതി കൊടുക്കുന്ന മെനു അനുസരിച്ചാണ് ഭക്ഷണം അവർക്ക് കൊണ്ടേ കൊടുക്കുന്നത്. അവരാവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ ഫോൺ മാറ്റിക്കൊണ്ടിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ഫോണേ അവർ ഉപയോഗിക്കുള്ളൂ. അവിടെ നിന്നുകൊണ്ട് അവർ എല്ലാ ക്രിമിനൽ കാര്യങ്ങളെയും നിയന്ത്രിക്കും. അപ്പോൾ ഇവരുടെ എല്ലാം കൺട്രോളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ജയിൽ അധികൃതർക്ക് യാതൊരു കാര്യമില്ല. അല്ലാതെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടില്ലല്ലോ. ഇവിടെ നിന്ന് അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇയാളെ പോലത്തെ ഒരാൾക്ക്, ഇത്രയും ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക്, ഏകാന്ത തടവിൽ കിടന്നിരുന്ന ഒരാൾക്ക്, അതിൽ എത്രയോ ദിവസം കൊണ്ടായിരിക്കും ഇത് മുറിച്ചെന്ന് പറയുന്നത്. ഇത് മുറിച്ചത്, ഈ മുറിച്ച് കമ്പി കൊണ്ട് ഇത് മുറിക്കുന്നത്. ഇയാൾ ഇത്രയും നീളത്തിലുള്ള തുണി എവിടെയാണ് ജയിലിൽ കിട്ടുന്നത്? ജയിൽ ചട്ടങ്ങളിൽ തന്നെയുണ്ട്. അതായത് വല്ല തൂങ്ങി മരിക്കാൻ പറ്റാവുന്ന സാധനങ്ങളൊന്നും പാടില്ല, അത്രയും നീളത്തിലുള്ള തുണിയൊന്നും കൊടുക്കാൻ പാടില്ല. വല്ല ജയിലിൽ വന്നു കഴിയുമ്പോഴേക്കും ഒറ്റയ്ക്കാവുമ്പോൾ വല്ല മരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായാലോ, അതൊന്നും പാടില്ല. കയറ് പാടില്ല. ഇവിടെ കയറുണ്ട്, തുണിയുണ്ട്, നീളത്തിലുള്ള അല്ല ബെഡ്ഷീറ്റ്. അയാളെ പൊട്ടി നിലത്ത് വീഴരുതല്ലോ. ഇയാളെ ഇറങ്ങുമ്പോൾ പൊട്ടി നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടി അത്രയും കട്ടിയുള്ള പുതപ്പ് പോലത്തെ നല്ല തുണി. സാധാരണ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ കീറിപ്പോലും. ഇത് അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് എല്ലാ സുരക്ഷയും, ജയിലിൽ ആടുന്ന ആളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിരുന്നു. അയാൾക്ക് അവൈലബിൾ ആയിരുന്നു. എന്നിട്ടാണ് ഈ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചത് ചാടിയെന്ന് പറയുന്ന അത്ഭുതം. മറ്റേ ടാർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ടാർസൻ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗോവിന്ദസ്വാമി ചാടിയത് എല്ലാ സൗകര്യം, എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അവിടെ പ്രതികളാണ് ഭരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരയിടുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇതല്ല സിസ്റ്റം, അതാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സിസ്റ്റം. ഏതായാലും അതാണ് സംഭവിച്ചത്. പോലീസിന്റെ ദ്രുതകർമ്മസേനയുടെ വാഹനത്തിലാണ് ഗോവിന്ദസ്വാമിയെ കൊണ്ടുപോയത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവിതം മടുത്തതിനാലാണ് ജയിൽ ചാടിയതെന്നാണ് ഗോവിന്ദസ്വാമി പോലീസിനോട് പറഞ്ഞത്. കണ്ണൂർ ജയിലിൽ കഞ്ചാവും ലഹരി വസ്തുക്കളും സുലഭമെന്ന് അയാൾ പറഞ്ഞു. പുറത്തേക്ക് ഫോൺ വിളിക്കാനും ജയിലിൽ സൗകര്യമുണ്ടെന്നും എല്ലാത്തിനും പണം നൽകണമെന്നുമാണ് ഗോവിന്ദസ്വാമി പോലീസിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്നും ഗോവിന്ദസ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സുരക്ഷാ വീഴ്ചയില്ലെങ്കിൽ പ്രതി ചാടില്ലല്ലോ എന്നും ഗോവിന്ദൻ പറഞ്ഞു. ചാടിയിട്ടുണ്ടെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. പിടിച്ചതുകൊണ്ട് അത്രയേ ഉള്ളൂ എന്ന് കണക്കാക്കാം. വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കും, ഇനിയും സംഭവിക്കാം. അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയാണ് സർക്കാർ ചെയ്തതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഗോവിന്ദസ്വാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദസ്വാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. അത് അതിപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ അല്ല? നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? വാർത്ത വീഴ്ച പറ്റാൻ പാടുണ്ടോന്ന്? അങ്ങനെ പിന്നെ വീഴ്ചയെ പറ്റൂല്ലോ. ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാതൊരു അവസ്ഥയിൽ വരിക. വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും. പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെന്റ് ഇപ്പം ചെയ്തത്. അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി. ഇല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സംഭവത്തിൽ കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ ജയിൽ വകുപ്പ് കർശന നടപടിയെടുക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. CPMകാരായ തടവ് പുള്ളികളുടെ തടവറയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ. ഇത്തരം ജയിൽ ചാട്ടങ്ങളും നിയമലംഘനങ്ങളും ഇവിടെ പതിവാകുകയാണ്. കർശന നടപടിയെടുക്കാൻ സർക്കാരിനെ കഴിയുന്നില്ലെന്നും ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ പരാജയമാണ് കാണിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വളരെയേറെ ഗൗരവമേറിയതാണ്.
ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ CPMന്റെ താവളങ്ങളായിട്ട് മാറുന്നു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവ് ശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ്, ഭീഷണിയിലാണ്. അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു. യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചാടാൻ അവസരമൊരുങ്ങിയത്. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ, അതിന് ഉത്തരം പറയണം, അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ്. ഇത് ജയിലധികാരികളുടെ, വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കുമെന്ന് കരുതുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ സമരനായകൻ VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി, ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന VS അച്യുതാനന്ദൻ അന്തരിച്ചത് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങളിൽ ഒന്നായിരുന്നു. ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്രയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകിയെത്തിയതും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം വാർദ്ധക്യ സഹജമായ അവശതകളുമായി വിശ്രമ ജീവിതം നയിച്ചുവന്ന VSനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂൺ 23 തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:20 അന്ത്യം സംഭവിച്ചത്. ഭാര്യ വസുമതിയും മക്കളായ VA അരുൺകുമാറും VV ആശയും മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. വലിയ ചുടുകാട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇടത്താണ് VSനെ അന്ത്യവിശ്രമം ഒരുക്കിയത്. ചൊവ്വാഴ്ച രാവിലെ ആലപ്പുഴയിലെത്തിയ വിലാപയാത്ര വിവിധ സ്ഥലങ്ങളിൽ ആദരാഞ്ജലി ഏറ്റുവാങ്ങിയ ശേഷം രാത്രി 9 മണിയോടെയാണ് ചുടുകാട്ടിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കേരളം രക്തസാക്ഷി മണ്ഡപത്തിൽ ചടങ്ങുകൾക്ക് സാക്ഷിയായി. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം CPM ജില്ലാ നേതൃത്വം പ്രതിനിധികൾ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുത്തു. മകൻ VM അരുൺകുമാർ ചിതയിൽ തീ പകർന്നു. തുടർന്ന് അനുശോചന സമ്മേളനം നടന്നു. പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. VSന്റെ മൃതദേഹം മകൻ അരുൺകുമാറിന്റെ തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലെ വീട്ടിൽ നിന്ന് രാവിലെ 9 പൊതുദർശനത്തിനായി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ എത്തിച്ചത്. ഉച്ചയ്ക്ക് 2:30 ഗാർഡ് ഓഫ് ഓണറിന് ശേഷം വിലാപയാത്ര ആരംഭിച്ചു. 22 മണിക്കൂറിന് ശേഷം ആലപ്പുഴയിലെത്തി. തലസ്ഥാന നഗരത്തിൽ ഓരോ 2 കിലോമീറ്ററും പിന്നിടാൻ 1 മണിക്കൂർ വീതമെടുത്തു. പുലർച്ചെ 12:50 കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. രാവിലെ 7 മണിയോടെ വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലെത്തിയിരുന്നു. ഓരോ പോയിന്റിലും വൻ ആൾക്കൂട്ടം. രമേശ് ചെന്നിത്തലയും G സുധാകരനും അടക്കമുള്ള നേതാക്കൾ വിവിധ പോയിന്റുകളിലായി കാത്തുനിന്ന് VSനെ ആദരാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 12:15 വേലിക്കകത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾ മാത്രമായി 10 മിനിറ്റ് സമയം. അതിനുശേഷം പൊതുദർശനത്തിന് വെച്ചു. VSനെ ഒരു നോക്ക് കാണാനുള്ള ക്യൂ 4 കിലോമീറ്ററോളം നീളത്തിലായിരുന്നു. 2:40 വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിച്ച് ഭൗതിക ശരീരം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ രാഷ്ട്രീയ നേതാക്കളും വിവിധ മേഖലകളിലെ പ്രമുഖരും ആദരാഞ്ജലി അർപ്പിച്ചു. 4:45 DCയിൽ നിന്ന് ഭൗതിക ശരീരം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്ന VS 3 തവണയായി 15 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. 7 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1985 മുതൽ 2009 വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. പിന്നീട് വിഭാഗീയതയുടെ പേരിൽ പിണറായി വിജയനൊപ്പം PBയിൽ നിന്ന് തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. 1980 മുതൽ 92 വരെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്നു.
മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ ശേഷം 2016 മുതൽ 21 വരെ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. റഷ്യയിൽ 49 പേരുടെ ജീവനെടുത്ത വിമാനാപകടമാണ് ഈ ആഴ്ചയിൽ ഏവരെയും ഞെട്ടിച്ച വാർത്തകളിലൊന്ന്. അതേസമയം തായ്ലൻഡിൽ നിന്ന് കംബോഡിയയിലേക്ക് അതിർത്തി കടന്നെത്തിയ F-16 യുദ്ധവിമാനം ബോംബിട്ട് 12 പേരുടെ ജീവൻ കവർന്നതും വാർത്തയായി. റഷ്യയിൽ തകർന്നു വീണ വിമാനത്തിലെ യാത്രക്കാരെല്ലാം കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 49 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽപ്പെടുന്നതിന് മുൻപ് 2 തവണ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെന്നും രണ്ടാമത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതെന്നും റഷ്യൻ ട്രാൻസ്പോർട്ട് പ്രോസിക്യൂട്ടർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അമൂർ മേഖലയിലെ ചൈനീസ് അതിർത്തിക്ക് സമീപമാണ് AN-24 അങ്കാര എയർലൈൻസിന്റെ വിമാനം തകർന്നത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. സൈബീരിയ ആസ്ഥാനമായ എയർലൈൻ കമ്പനിയാണ് അങ്കാര. അമൂർ മേഖലയിലെ ടിൻഡയിലേക്കായിരുന്നു വിമാനത്തിന്റെ യാത്രയെന്നാണ് വിവരം. ലാൻഡ് ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നിലച്ചത്. റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വിമാനത്തിനായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. 1950കളിൽ വികസിപ്പിച്ചെടുത്ത Antonov AN-24 വിമാനം റഷ്യയിൽ ചരക്ക് ഗതാഗതത്തിനും യാത്രകൾക്കുമായിട്ടാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതേസമയം തായ്ലൻഡിൽ നിന്ന് കംബോഡിയയിലേക്ക് അതിർത്തി കടന്നെത്തിയ F-16 യുദ്ധവിമാനം ബോംബിട്ട് തകർത്തു. 12 പേർ മരിച്ചെന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഇതിൽ 11 പേരും സാധാരണ പൗരന്മാരാണ്. തായ്ലൻഡിന്റെ 6 F-16 വിമാനങ്ങൾ അതിർത്തി ഭേദിച്ചുവെന്നും ഇതിലൊന്നാണ് തകർത്തതെന്നും കംബോഡിയ വ്യക്തമാക്കിയിരുന്നു. സൈനിക ലക്ഷ്യമാണ് തകർത്തതെന്ന് തായ്ലൻഡും പറയുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിവെപ്പുണ്ടാകുകയും ചെയ്തു. അതേസമയം കംബോഡിയയുമായുള്ള അതിർത്തി അടച്ചതായി തായ്ലൻഡും അറിയിച്ചു. അതിർത്തിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.